ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കിളിപ്പോൾ മഞ്ജുമാരുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ആണുങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് കേരളത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. കൊച്ചിയിലെത്തിയിട്ടുണ്ട്, ലുലു മോളിലെത്തിയിട്ടുണ്ട്. എന്താ സിനിമയുടെ പ്രൊമോഷൻ, എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് എന്തായാലും എന്ത് കോപ്പിലായാലും എന്ത് ചകായി എന്ത് തേക്കഥ വകുപ്പൊരു വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. സത്യം പറയില്ല, കിളിപോളിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മൂപ്പരുടെ റീൽസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ കോനോട് ഭയങ്കര ഈറേഡ് ഉള്ള കാര്യം പറയില്ല, ഭയങ്കര ഈറേഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കേരളത്തിലെ പെണ്ണുകളെ നമ്മൾ വിട്ടുതരില്ല. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതായത് അത്യധികം ഹൃദയഭേദകമായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ ആണുങ്ങൾ ഇവിടെ ഉള്ളത്. ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ കിളിപോൾ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഓന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഓൻ്റെ റീലും സംഭവങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഉണ്ണിയട്ട എന്ന് പറഞ്ഞിട്ട് പഞ്ചാരി തേരും ഒക്കെ ഒഴുകാണ് പെണ്ണുങ്ങളുടെ മുഖത്തേത്. എന്താ ചെയ്യുക, അങ്ങനെയാണ്. ലവ് യു ഉണ്ണിയട്ടനെ നമുക്ക് പെണ്ണ് കെട്ടിച്ചാലോ ഇതൊക്കെ കേട്ടാണ് യൂട്യൂബിൽ കമൻറ്റ് വന്നിട്ടുള്ളത്. അതിൽ കിടക്കുന്നുണ്ട്. ഉണ്ണിയട്ട ദാറ്റ് മല്ലു ഗേൾ ഗെറ്റിംഗ് മാരീഡ് ടു മിസ്റ്റർ കിലി ഈസ് ലക്കി. അയ്യോ, ഭയങ്കര ലക്കിയാവും ഇത്ര പെണ്ണ്. നോ ഡൗറി ഇൻ ആഫ്രിക്ക, ദ മാൻ ഹാസ് ടു ബൈ ഗിഫ്റ്റ്സ് ടു ദ ഗേൾ ഡാഡ് ടു മാരി ഹെർ. ഇനിയും ഞങ്ങൾ പെണ്ണുങ്ങൾ വിദേശി ചെക്കന്മാരെ മാരേജ് ചെയ്യട്ടെ. ഓ ശരി, ഇവിടെ എന്താ പറയുക, കിളി പോൾ സംഭവമൊക്കെ ശരിയാണ്. കിളി പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോന്ത കുറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റൊമാൻറ്റിക്. നമ്മളൊന്ന് മോന്ത കുറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ല എന്താ പറയുക, പട്ടി തുറവാരിയുള്ള അവസ്ഥ. എന്തായാലും സംഭവം കളിക്കറു. കിളി പോലെ ഇജ്ജ് ഭയങ്കരമാണ്, അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അതിനോട് ഭയങ്കര ഈറയാണ്. ഇജ്ജ് കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഭയങ്കര പക്ക കോമ്പറ്റീഷനാണ്. നമ്മൾ കേരളത്തിലെ ചെക്കന്മാർക്ക് ആടുകൾക്ക് ഇജ്ജുണ്ടാക്കണത്. ഇവിടെ നമുക്ക് തന്നെ പെണ്ണ് വളയാണ്ട് സെറ്റാവാണ്ട് പ്രാധാവാണ്ട് ഇരിക്കണത്. പെണ്ണുകൾ മൊത്തം പൻ്റെ പിന്നാലെ. കിളിപോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ബിരിയാണിയൊക്കെ തിന്ന് പോയിക്കോ, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെ കുറേ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പാട്ട് പാടുന്നു. എന്തതിലെ കമൻറ്റുകളിലൊക്കെ കിളിച്ചേട്ടൻ എന്താണ് ഉണ്ണിയാട്ട ഐ ലവ് യു ഇതൊക്കെ പറഞ്ഞിട്ട് ലൗച്ചിൻ്റെ 5-6-10 വെതറുകയാണ് പെണ്ണുകൾ. ബിരിയാണി കഴിക്കാൻ നമ്മളെ കണ്ണൂർക്ക് വന്നോള് അയ്യടെ ചഗ്ഗുകൾ. അതാ കറണ്ട് പോയി. എന്തായി ഇവിടെ എവിടെ പരിപാടി ആരംഭിച്ചാലും കയറി ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ സമ്മതിക്കൂലല്ലേ. ഇവിടെ ഞങ്ങൾക്ക് പെണ്ണില്ല. എന്താ ചെയ്യുക ഓ വല്ലതും അറിയുന്നുണ്ടോ? മറ്റേ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനാ പാടിക്കൊണ്ട് ഇറക്കൊണ്ട് വരുന്നു തോന്നുന്നു. മറ്റേ പരിക്കുട്ടി കടലിൻ്റെ അധികാരൊക്കെ കയറി കരണ്ട് നിലവിളിച്ച് കിടക്കൂല. അതുപോലെ തറക്കണ്ട് ഒരു കേരളത്തിലെ ആടുകൾ ഇജന്താ മനസ്സിലാക്കാത്ത കിളിയെ വലിയ പരിപാടി കാണിക്കുന്നത്. ഐ ലവ് കിളി സിസ് കൊണ്ടുവരണമായിരുന്നു. സിസ്റ്ററെ കൊണ്ടുവരണം. നീമ പോളി കൊണ്ടുവരണമായിരുന്നു. കിളി ഐ ലവ് യു ഇയ്യടെ എന്താണ് കമൻറ്റ്. ഇവിടുന്ന് പെണ്ണ് കിട്ടി ഇവിടെ കൂടിക്കോ പറ്റൂലടാ. കിളി ഉണ്ണിയെ തിരുവനന്തപുരത്ത് വരുമോ? ഇല്ല. ഡോണ്ട് സെറ്റിൽ ഹിയർ, യു വിൽ ലൂസ് യുവർ പീസ് ആൻഡ് ലൈഫ്. ഉണ്ണിമുഖം തന്നെ എന്താണ് എന്തൊക്കെ ചോദിച്ചാണ്. വിൽ യു മാരി മീ? ഐ കൻ കുക്ക് കേരള ഫിഷ് കറി ആൻഡ് മലബാർ ചിക്കൻ ബിരിയാണി. അയ്യടെ മിസ്റ്റർ ഡേമൺ എന്താണ് ലവ് യു ഡേ. ഞാൻ കുറേ തോന്നുന്നുണ്ട്. വേടനൊക്കെ കിളിപ്പോളിനെ കണ്ടുപൊട്ടിക്കട്ടെ. സമൂഹത്തിലേക്ക് നന്മ തുറന്ന കിളി വേടനാവട്ടെ വിഷം വിതറുന്നു. എന്താ അതിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവം? ഇതോ വരുന്ന കമൻറ്റുകളാട്ടെ ഞാൻ വായിക്കണത്. എന്തമ്മോ ഐ ലവ് യു എന്ന്. അയ്യേ എന്താ ചെയ്യുക? പെണ്ണുങ്ങൾ കിളീനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? കിളി ഇങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ടും ഇത് റോൺ ഡാൻസ് കളിക്കറിയുക വളരെ റൊമാൻറ്റിക് ആയ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക
ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കാനും ഇതൊക്കെ അറിയാം. ആൾ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അടിപൊളിയാണ്, നല്ല ആക്ട് ചെയ്യാനൊക്കെ അറിയാം. ഇത് വെച്ചിട്ട് ഒരാളെ ഉണ്ട് സ്നേഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്, ഹൃദയത്തിനുള്ളിൽ കയറുകയാണ്. എന്താ ചെയ്യത്? അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലീൻ ലവ്, ഇവർ ഐ ലവ് യു എന്നുള്ളതിലെ ലവ് എന്നുള്ളതിന് മാനദണ്ഡം എന്താണ്? കിളിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇവർക്ക് അറിയുമോ? കിളി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അവൻ്റെ ആക്ടിങ്ങിൻ്റെ ഓരോ സ്കില്ലുകളും കുറേ സാധനങ്ങളല്ലേ കാണിക്കണത്. അതുകൊണ്ട് ഒരാളെ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നന്നായിട്ടുണ്ട്. ഒരാളെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമല്ലേ ഒരാളോട് നമുക്ക് സ്നേഹം തോന്നുക. സ്നേഹമല്ല ഞാൻ ഉദ്ദേശിച്ച് ലവ്. അത് ഇവർ ആ ലവ് അല്ലേ, ഞാൻ ഉദ്ദേശിച്ച ലവ് അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. എന്താണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ റീലിടുമ്പോഴേക്ക് ആളോട് ലവ് ആവുകയാണ്. എന്താ ചെയ്യുക? എന്തായാലും ഇവിടെ മലയാളി പെണ്ണുകൾ അയ്യോ എന്താ ചെയ്യുക, ഫിഡാലയാണ്. കിളിയുടെ ഫിഡാലയാണ്. കിളി എന്നിട്ട് പറയുമ്പോഴേക്ക് തേനും പഞ്ചാരയൊക്കെ ഒലിക്കാണ്. നന്നായിട്ടുണ്ട്. ഇത് കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ പാട്ടേതറിയാം. പാട്ടൊന്നും പാടാൻ ഇടാൻ പറ്റില്ല, പാട്ട് തോന്നുന്നതാണ്. അജെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിച്ചിട്ട് വെച്ച് നല്ല ചെമ്മീൻ കറിയുണ്ട്. കേരളത്തിലെ പെണ്ണുങ്ങളിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ വെച്ചുകൊണ്ടിരിക്കണ മാനസികാവസ്ഥയിലാണ് തോന്നുന്നു. അവനെ കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കണ അവസ്ഥ. കേരളത്തിലെ പെണ്ണുങ്ങളെ തെരുവിലടാ കിളിയെ. എന്തൊക്കെ ഇതവിടെ കുറേ ഉണ്ട്. ഫുള്ള് ലവ് ചിഹ്നമാണ്. ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു കലാകാരൻ അത്രേ. സമൂഹത്തിലേക്ക് നന്മ വിതറുന്ന കിളി എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്ക് ഇപ്പം വേറൊരു സാധനം ഓർമ്മ വരുന്നു മൈൻഡിൽ. ഏതറിയോ? മറ്റേ ഭാഗ്യദേവതയിൽ ജയറാവ് മറ്റേ പാട്ടിൽ അല്ലിപ്പൂവേ അതിലെ ജയറാമിൻ്റെ വില്ലരാണ് ആ പാട്ടിലെ കിളി. അതുപോലെ ഇവിടെ വില്ലരാണ് കിളി. എന്താ ചെയ്യുക? എന്തായാലും നന്നായി കിളി. വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു. തമിഴ്നാട്ടിലേക്കൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട് കമൻറ്റിൽ ചിലർ. വെൽക്കം ടു കേരള കിളി. ബിരിയാണിയൊക്കെ കഴിക്കുക. അതായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കേരളത്തിലെ ആടുകളെ പരിഗണിക്കുക. ഞങ്ങൾ സമാധാനത്തോടുകൂടി ജീവിച്ചോട്ടെ. എല്ലാ സമാധാനം ഞങ്ങളെ കളയരുത്. അപ്പോൾ എന്തായാലും കിളിയുടെ സിനിമകളൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് കാണണം, ഉഷാറാക്കണം. കിളിയെ ലവ് യു മോനെ, സക്കര മുത്തേ, സുട്രമണി സുട്രാപ്പി. എന്നാലും എൻ്റെ കിളി ഈ ചെയ്യാൻ പാടില്ലായിരുന്നു.